നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ചെസ് ടൂർണമെന്റിലെ 8ാമത്തെ റൗണ്ടിൽ ഗൂഗേഷ് കാണാതെ പോയ ഒരു മനോഹരമായ കോമ്പിനേഷനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പൊസിഷനിൽ ബ്ലാക്ക് കരുക്കളുമായി കളിക്കുന്നത് ഗൂഗേഷ് ആണ്. ഈ പൊസിഷനിൽ വൈറ്റ് ആയിരുന്നു മൂവ് ചെയ്യേണ്ടത്. ഗൂഗേഷിന്റെ എതിരാളി ബിഷപ്പിനെ F4ലേക്ക് കൊണ്ടുവന്നു. ഈ മൂവിന് പിന്നിലുള്ള ഉദ്ദേശം അടുത്ത മൂവിൽ ഈ ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്നുകൊണ്ട് ഈ F8 ബിഷപ്പിനെതിരെ ഒരു ഡബിൾ അറ്റാക്ക് നൽകുക എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഗൂഗേഷിന് എന്തായാലും ആ ബിഷപ്പിനെ നഷ്ടപ്പെടും. ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഗൂഗേഷിന് മുമ്പിലുള്ളത്. നിങ്ങളാണ് ഈ ബ്ലാക്കിന്റെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ മൂവ് ചെയ്യുക? ഇവിടെ വളരെ മനോഹരമായ ഒരു ചെസ് കോമ്പിനേഷൻ അവൈലബിൾ ആണ്. ഒന്ന് വ്യത്യസ്തകരമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൂവ് മനസ്സിലാവുന്നതാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉത്തരം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് കളിക്കേണ്ടിയിരുന്ന കൃത്യമായ മൂവ് ഈ C8 ബിഷപ്പിനെ E6ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഗെയിമിൽ ഗൂഗേഷ് അതിന് പകരം ഈ ബിഷപ്പിനെ D7ലേക്കാണ് കൊണ്ടുവന്നത്. ഈ രണ്ട് മൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ പൊസിഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വൈറ്റിന്റെ ക്യൂൻ ഈ കാണുന്ന ഓപ്പൺ ഫയൽ പൂർണ്ണമായി കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് കിങ്ങിനെതിരെ ഒരു കൃത്യമായ അറ്റാക്ക് ബ്ലാക്കിന് നൽകാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ക്യൂൻ ഇവിടെ H3യിൽ ചെക്ക് നൽകി എന്ന് വിചാരിക്കുക. കിങ് G1ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ചെക്ക്മേറ്റ് നൽകാൻ വേണ്ടി ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. തുടർന്ന് F3യിലേക്ക് വരികയും ഇവിടെ ഒരു ചെക്ക്മേറ്റ് നൽകാൻ സാധിക്കുന്നതുമാണ്. പക്ഷെ വൈറ്റിന് വളരെ വേഗത്തിൽ തന്നെ ഈ മൂവിനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഈ വൈറ്റ് ക്യൂവിന് E3യിലേക്ക് വരികയും ഈ സ്ക്വയറിന്റെ കൺട്രോൾ നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ബ്ലാക്ക് ബിഷപ്പ് ആദ്യമേ E6ലേക്ക് വരുന്നത്. ഇതിലൂടെ ഈ വൈറ്റ് ക്യൂനിന്റെ ആക്ടിവിറ്റിയെ പരമാവധി കുറക്കാൻ ബ്ലാക്കിന് സാധിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ വൈറ്റിന് അടുത്തതായി വേണമെങ്കിൽ ഈ ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവരികയും ഈ ക്യൂനെതിരെ ഡബിൾ അറ്റാക്ക് നൽകാൻ സാധിക്കുന്നതുമാണ്. നിലവിൽ നമ്മൾ ആ കോമ്പിനേഷന്റെ ഒരു പകുതി ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പൊസിഷനിൽ നിങ്ങളാണ് ബ്ലാക്ക് എങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുക? ഇവിടെ ബ്ലാക്കിന്റെ കൃത്യമായ മൂവ് ആദ്യം ഈ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് E4ൽ ഒരു ചെക്ക് നൽകുക. ഇവിടെ വൈറ്റിന് ഈ കിങ്ങിനെ 2 സ്ക്വയറുകളിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ക്വയർ? നിങ്ങൾ ഈ 2 മൂവുകളെ പറ്റിയും ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് വൈറ്റിന്റെ കിങ് G1ലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് അടുത്തതായിട്ട് E1ൽ ചെക്ക് നൽകുന്നതായിരിക്കും. തുടർന്ന് കിങ് G2ലേക്ക് വരികയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് നൽകുകയും അതിനുശേഷം വൈറ്റ് ക്യൂവിനെ വെട്ടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. പകരം ഈ കിങ് H2ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്യൂനിന് F2 പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വൈറ്റിന്റെ കിങ് H2ലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഇവിടെ ബ്ലാക്കിന്റെ മൂവാണ്. ബ്ലാക്കിന്റെ കിങ് H7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ ബിറ്റ്വീൻ മൂവാണ്. ഈ മൂവിന് പിന്നിലുള്ള പ്രാധാന്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. അടുത്തായിട്ട് വൈറ്റ് ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് അടുത്തതായിട്ട് ക്യൂനിനെ F3ലേക്ക് കൊണ്ടുവരികയും ഈ പോണിനെതിരെ അറ്റാക്ക് നൽകുകയും ചെയ്യും. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി കിങ് G1ലേക്ക് വരികയാണെങ്കിൽ ഈ ബിഷപ്പിനെ G3ലേക്ക് കൊണ്ടുവരികയും ഇവിടെ ഒരു ചെക്ക്മേറ്റ് ലഭിക്കുന്നതുമാണ്. ഇനി നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. ഈ കാണുന്ന പൊസിഷനിൽ ഈ കിങ് H7ലേക്ക് വരാതെ തന്നെ വേണമെങ്കിൽ ഈ ക്യൂനിന് F3ലേക്ക് വരാമായിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വൈറ്റ് അടുത്തതായിട്ട് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നതാണ്. ചെക്കായത് കൊണ്ട് തന്നെ G7ലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം വൈറ്റിന്റെ ബിഷപ്പ് E5ലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു മേറ്റിംഗ് ത്രെഡാണ് വൈറ്റ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഈ പോണിനെ വെട്ടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഇവിടെ ഒരു മേറ്റിംഗ് ത്രെഡ് പെട്ടെന്ന് ഒരുക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. പകരം വേണമെങ്കിൽ ഈ ബ്ലാക്കിന് ഈ ഒരു പോണിനെ പുഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മൂവ് ചെയ്താൽ പോലും ഈ ബിഷപ്പ് ഈ പോണിനെ വെട്ടിയെടുക്കുന്നതായിരിക്കും. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ അടുത്തായിട്ട് ഇവിടെ ചെക്ക് നൽകുകയും ശേഷം ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ കാണുമ്പോഴാണ് ബ്ലാക്കിന് ഈ ഒരു കോമ്പിനേഷൻ കൃത്യമായി മൂവ് ചെയ്യാൻ സാധിക്കുക. ഗൂഗേഷ് ആ മാച്ചിൽ മൂവ് ചെയ്തത് ബിഷപ്പിനെ D7ലേക്കായിരുന്നു. നല്ലൊരു കോമ്പിനേഷൻ അദ്ദേഹത്തിന് മിസ്സായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.